ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാർ വാഷർ ഡെഡായി കിടക്കുന്ന ലൈനിൽ കറണ്ടിൽ കൊടുത്തു കഴിയുമ്പോൾ വെറുതെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റക്കാണോ ഇനി അതെന്തുകൊണ്ടാണ് മൂളുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്ക് വന്നേക്കണ മെഷീൻ എന്ന് പറഞ്ഞാൽ വെറുതെ ലൈനിൽ കൊടുക്കുമ്പോൾ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അത് മൂളുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ബാ. അപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ. ഈ മെഷീൻ വന്നിട്ട് ലൈനിൽ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ മൂളിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് ഓണായി കാണിച്ചു തരാം. വെറുതെ മൂളിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഈ മോട്ടർ സ്റ്റക്കാണെന്ന് നോക്കണം. സ്റ്റക്കാണെന്ന് നോക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫാനിന്റെ പോർഷൻ ഇടല. ഫാനിന്റെ പോർഷനിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എന്തായാലും വെച്ചിട്ട് പതിയൊന്ന് കറക്കി നോക്കുക, കറങ്ങണുണ്ടോ എന്ന് നോക്കുക. ബെയറിങ് സ്റ്റക്ക് ആയതാണെങ്കിൽ നമുക്കത് മനസ്സിലായി. ഈ ബാക്ക് സൈഡിൽ പതിയെ കറക്കി നോക്കണം. ഇതിനെ കറക്കുമ്പോൾ അനങ്ങണില്ല, അപ്പോൾ ബെയറിങ് സ്റ്റക്ക് ആയേക്കണേണ്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് മൗത്ത്, അതായത് ഈ പോർഷൻ ഇത് നമ്മൾ അഴിച്ച് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് കറങ്ങണത് അവിടെ ബാക്ക് സൈഡിൽ ഫാൻ കറങ്ങണില്ല എങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട് വശത്ത് ഈ പോർഷൻ അഴിച്ച് നോക്കേണ്ടി വരും. ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ ബെയറിങ്ങൾ സ്റ്റക്ക് ആയതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡാമേജ് ആയതുകൊണ്ടായാലും അങ്ങനെ വരാൻ സാധിക്കും. അപ്പം നമ്മൾ അഴിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ലോക്ക് ഊരി മാറ്റണം. ഈ ലോക്ക് ഊരി മാറ്റണം എന്ന് വെച്ചാൽ ഈ പ്രഷർ സ്വിച്ച്, അതായത് മൈക്രോ സ്വിച്ച് ഇതുമേ കൂടി ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പം ഇത് ഊരിയില്ലെങ്കിൽ ഇതുമേ കൂടി ഇങ്ങനെ എപ്പോഴും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഈ വയറുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഊരി മാറ്റുക. ഇത് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അതായത് പ്രഷർ സ്വിച്ച്, അതായത് മൈക്രോ സ്വിച്ച് ഊരി മാറ്റി കഴിഞ്ഞാൽ നേരെ ഈ 3 അല്ലൻ കീ ഊരി കഴിഞ്ഞാൽ ഈ ഹെഡിങ്ങാട് ഊരിപ്പോരും. ഈ ഹെഡ് ഊരി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ 3 നെട്ട് ഊരി കഴിഞ്ഞപ്പോൾ ഇതിങ്ങടെ പതിങ്ങാട് ഊരിയ അതിങ്ങനെ ഒന്ന് പതിങ്ങാട് മുട്ടിക്കഴിഞ്ഞാൽ ഊരിപ്പോരും. ഓക്കെ, ഇതാണ് ഹെഡിനകത്ത് വേറെ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാറ്റി വെക്കാണ്. ഇനി നോക്കേണ്ടത് ഈ സാധനം, അതായത് ഈ പ്ലഞ്ചർ ഗേജ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് നമ്മൾ അഴിച്ച് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ഡാമേജ് ആവാം, അല്ലെങ്കിൽ ബെയറിങ്ങുകൾ സ്റ്റക്ക് ആയതാവും. ഇത് ഊരിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമുക്ക് ബെയറിങ് ആണോ ഇതാണോ. അതായത് നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിക്കഴിയുമ്പോൾ ഇതും മോട്ടറും തമ്മിലെ കണക്ഷൻ മാറും. അപ്പം നമുക്ക് മോട്ടർ തിരിച്ചു നോക്കാം, മോട്ടറിന്മേലാണോ എന്നുള്ളതും ഇതുമ്മലാണോ എന്നുള്ളതും. അപ്പോൾ നമുക്ക് ഇത് തന്നെ അഴിക്കാതെ. ഇതഴിക്കണതും സെയിം അല്ലൻ കീ ആണ്. 4 ബോൾട്ട് ഉണ്ട്. അപ്പം അതും സെയിം അല്ലൻ കീ വെച്ചിട്ട് നമ്മൾ ഊരിയെടുക്കുക. ഇതിനകത്ത് 4 അല്ലൻ കീയുടെ ബോൾട്ട് ഉണ്ട്. ഇത് ഊരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് എല്ലാവരും ഈക്വലായിട്ട് ഊരണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് കണ്ട് വൺ സൈഡായിട്ടൊക്കെ ഊരിപ്പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഊരുമ്പോൾ ഈക്വലായിട്ട് തന്നെ ഊരണം. അല്ലെങ്കിൽ വൺ സൈഡായിട്ട് പൊന്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഈ എഡ്ജുകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിനി 4 വശം ഊരിയുണ്ട്. ഊരി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഓയിലില്ല, ഡ്രൈ ആയി പോയേക്കാണ്. അപ്പം ഇത് ഒരു പ്ലഞ്ചർ ഉണ്ട്, അകത്തോട്ട് കീറിയിരിക്കുന്നു. സ്പ്രിങ് ഒടിഞ്ഞു പോയി. ഇതിനകത്ത് ബാക്കിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലഞ്ചർ ഇതെന്തായാലും മാറ്റേണ്ടി വരും. ഈ സ്പ്രിങ് മാറ്റേണ്ടി വരും. ഈ സ്പ്രിങ് കംപ്ലൈൻ്റ് ആയി പോയേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നോക്കാം. മോട്ടർ സ്റ്റക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. നമുക്ക് മോട്ടർ സ്റ്റക്ക് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഓയിലുകൾ തീർന്നു പോയിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇത് ബെയറിങ് സ്റ്റക്കായതായിട്ട് തന്നെ കാണിക്കുന്നത്. അതായത് ഈ മോട്ടറിൻ്റെ ഉള്ളിലെ ബെയറിങ് സ്റ്റക്കായി പോയിരുന്നു. കണ്ടോ, ഇതിങ്ങനെ അനങ്ങണില്ല. അപ്പം ഇനി ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 നെട്ടുകൾ, അതായത് മോട്ടർ സെപ്പറേറ്റ് ആയിട്ട് എടുത്താലേ ഇനി നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലഞ്ചറിൻ്റെ ഇതിനകത്ത് ഓയിൽ തീർന്നു പോയി, അതൊന്ന്. രണ്ടാമത് ഈ മോട്ടർ സ്റ്റക്കായേക്കണം, അതായത് ബെയറിങ് സ്റ്റക്കായേക്കണം. അപ്പോൾ ബെയറിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം.
അപ്പൊ ഇതിൽ നമുക്ക് ഇതിനെ അഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് കവർ ഇത് ഊരി മാറ്റണം. ഇത് ഊരി മാറ്റി കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ മോട്ടർ വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. വേർതിരിച്ചെടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ മോട്ടർ 2 പീസായിട്ട് ഊരണം. എന്നാലും മോട്ടറിന്റെ ഉള്ളിലെ ബെയറിങ്ങുകൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ കവർ ഈ സ്ക്രൂകളൊക്കെ അഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഊരി മാറ്റുക. ഈ കവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരായിട്ട് ഇച്ചിരി ഇടങ്ങേറാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോല. അപ്പൊ നമ്മളിതിങ്ങനെ ഒരു ചെറിയ പ്രത്യേക ഒരു ആംഗിളിൽ കാണിച്ചാലേ ഇത് ഊരിപ്പോരുള്ളൂ. ഇതാണ് മോട്ടർ. ഈ മോട്ടർ നമ്മൾ ഇനി ഊരി സെപ്പറേറ്റ് ആക്കണം. അപ്പൊ ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിലെ കവർ, അതായത് ഫാനിന്റെ കവർ ഊരി മാറ്റണം. കാരണം ഈ ബാക്ക് സൈഡിൽ ചിലപ്പോൾ അഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അന്ന് ഈ കവർ ഊരി മാറ്റാം. ഈ കവർ ഊരി മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റണമെന്ന് ഈ ഫാൻ നമുക്ക് ഊരി മാറ്റാം. ഇപ്പൊ സ്റ്റക്കാണ്, അനങ്ങളില്ല. ഈ ഫാൻ ഊരി എടുക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതിയെ തിക്കി ഊരി എടുക്കലാണ് കേട്ടോ. ഫാൻ ശ്രദ്ധിക്കണം, പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫാൻ നമ്മളിങ്ങോട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി ഊരി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഫാൻ ഇത് മില്ലിങ് ആയിട്ടൊക്കെ കയറ്റിയാണ്. അപ്പൊ നേരെ അതേപോലെ തന്നെ മുട്ടി കയറ്റിയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡ് ഈ നെറ്റ് അഴിച്ച് കഴിഞ്ഞാൽ 2 പീസും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഊരിപ്പോവും. ഈ കവറുകൾ ഞാൻ ഊരണില്ല, ടോപ്പ് കവർ ഞാനിപ്പോൾ ഊരണില്ല. ഇതിവിടെ വെച്ചാൽ അഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം അഴിച്ച് കഴിഞ്ഞാൽ കണ്ടമാനം പണിയായി പോവും, വലിയ പണിയായി പോവും. അപ്പൊ നമുക്ക് നെറ്റിന്റെ ബോക്സ് വെച്ചിട്ട് കീ വെച്ച് അഴിച്ചെടുക്കരുത്. നമ്മള് ബാക്ക് സൈഡാണ് ഇപ്പൊ ആദ്യമായിട്ട് അഴിക്കാൻ പോണത്. ഇപ്പം ഈ ബാക്ക് സൈഡിലെ ബെയറിംഗ് ആണ് പിടിച്ചേക്കണമെങ്കിൽ നമ്മളിത് ഫുൾ അഴിക്കണ്ട. ഫ്രണ്ട് സൈഡാണ് അഴിഞ്ഞേക്കണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ട്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്, സെക്കൻഡറി ബെയറിംഗ്. അതായത് ട്രസ്റ്റ് ബെയറിംഗ് ഫസ്റ്റും ഉണ്ട്, സെക്കൻഡും ഉണ്ട്. ഈ സെക്കൻഡ് അഴിക്കേണ്ടി വരും നമുക്ക്. അപ്പൊ ഈ വശം നമ്മൾ ആദ്യം അഴിച്ചിട്ട് ഇവിടുത്തെ ബെയറിംഗ് ആണ് പോയേക്കണെന്ന് നോക്കണം. ഇവിടുത്തെ ബെയറിംഗ് ആണെങ്കിൽ ഇത് മാത്രം അഴിച്ചെടുത്തിട്ട് ഇവിടെ മാറ്റിയത്. ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ സൈഡ് അഴിക്കേണ്ടി വരും. അപ്പൊ ജസ്റ്റ് ഇവിടെ നിന്ന് അഴിച്ചു നോക്കാം നമുക്ക്. ഇതിങ്ങോട്ട് ഊരി മാറ്റണേ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് പതിയൊന്ന് മുട്ടി ഇങ്ങോട്ട് ഊരാം. ഈ കപ്പ് ഇങ്ങോട്ട് ഊരി എടുക്കണം പതിയെ. ഇത് മുട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന്റെ സ്പെയറുകളൊക്കെ വില കൂടുതലായിരിക്കും. അപ്പം ഒടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം മുട്ടിയെടുക്കാനായിട്ട്. ഈ സൈഡല്ല ബെയറിംഗ് പോയേക്കണത്. ഇത് ഇവിടുത്തെ ബെയറിംഗ് കറക്റ്റാണ്, ഫ്രണ്ട് വശത്തെ ബെയറിംഗ് ആണ് പോയേക്കണത്. ഇത് ബെയറിംഗ് തിരിയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഫ്രണ്ട് വശവും അഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വശത്തെ ബെയറിംഗ് ആണ് പോയേക്കണത്, ഉറപ്പായിരുന്നു. കാരണം ബാക്കിൽ ബെയറിംഗ് കറങ്ങുന്നുണ്ട്, ഇവിടുത്തെ ബെയറിംഗ് ആണ് അനങ്ങാത്തത്. അപ്പൊ ഈ ബെയറിംഗ് ഊരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ത്രസ്റ്റ് ബെയറിംഗ്, സെക്കൻഡ് ത്രസ്റ്റ് ബെയറിംഗ് ഈ നെട്ടുമേ ഇരിക്കണത്, ഈ നെട്ട് അഴിച്ചിട്ട് ആ ത്രസ്റ്റ് ബെയറിംഗ് ഊരി മാറ്റണം. ഇതിപ്പോ നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റക്കായിട്ട് ഇരിക്കണോണ്ട് ലോക്ക് ചെയ്യണ്ടായില്ല. എന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ആ ഷാഫ്റ്റുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സ്ക്രൂ അഴിച്ചെടുക്കുക, നേരെ ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇതിനകത്ത് ഒരു വാഷുകളൊക്കെ ഉണ്ടാവും, വാഷുകളൊന്നും കളയരുത്. ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. അപ്പോൾ ത്രസ്റ്റ് ബെയറിങ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഊരി എടുത്തിട്ടുണ്ട്. ഈ കാണാൻ ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ പീസുകൾ, അതിൻ്റെ ബെയറിങ് അകത്ത് കിടപ്പുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇതാണ് ഒരു ത്രസ്റ്റ് ബെയറിങ്.
പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലോക്ക് ഉണ്ടാവും, അത് കളയരുത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇരുമ്പിന്റെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്പ്രിങ് ഒടിഞ്ഞു പോയിട്ട് അതിന്റെ ഇടയിൽ സ്റ്റക്കായതാണ് സംശയം. യെസ്, ഈ സ്പ്രിങ് കഷ്ണം ഒടിഞ്ഞു പോയിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റക്കായതാണ്, ബെയറിങ് പോയേക്കണതല്ല. ഓക്കെ, കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ത്രസ്റ്റ് ബെയറിങ്ങിന്റെ ഇടയിൽ ഈ ഇരുമ്പിന്റെ പീസ് കുടുങ്ങിയിട്ട് സ്റ്റക്കായിട്ടാണ് ഈ സാധനം നിന്നത്. അപ്പം ബെയറിങ് കംപ്ലൈന്റ് അല്ല, അത് ബെയറിങ് കംപ്ലൈന്റ് ആയി പോയതല്ല. ഏതായാലും അഴിച്ച സ്ഥിതിക്ക് ഒരു സംഭവം പറഞ്ഞിരുന്നേക്കാം. ഈ കാണാണ് ബെയറിങ്. ഇത് നമ്മൾ ഇതിങ്ങാട് മുട്ടിക്കഴിഞ്ഞ് ഇതിങ്ങാട് ഊരിപ്പോന്നു കഴിഞ്ഞാൽ നേരെ ബെയറിങ് ഊരാനായിട്ട് സിമ്പിളാണ്. കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വെറുതെ പണിയെടുക്കണം. അപ്പം ഞാൻ എൻ്റെ പണി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ബെയറിങ് ഊരണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഇങ്ങനെ ഊരിയെടുക്കുക. ഇതുമ്പോൾ ബെയറിങ് ഉണ്ട്, ഈ സൈഡിൽ ബെയറിങ് ഇവിടെ ഉണ്ടാവും. ഇത് പുള്ളർ വെച്ച് ഊരിയെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും ഈ കപ്പ് ഇങ്ങോട്ട് ചുറ്റിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് മൊത്തം ഊരിപ്പ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് സംഭവം. ഈ ബെയറിങ് അടിപൊളിയാണ്. അപ്പം ഇതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതാ ത്രസ്റ്റ് ബെയറിങ്ങിന്റെ ഇടയിൽ ആ ഇരുമ്പിന്റെ പീസ് വീണുകൊണ്ട് സ്റ്റക്കായപ്പോൾ. അപ്പോൾ ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ വെച്ച് ഊരിപ്പോരും പുള്ളറുമ്പോൾ. ഞാനിപ്പോൾ ദൂരമില്ല, കാരണം വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരില്ല. അതുപോലെ ഈ ബെയറിങ് നേരെ പുള്ളറത്ത് കണ്ടിട്ട് ഊരിട്ട് എടുക്കാം. അപ്പോൾ തിരിച്ച് നമ്മൾ കൂട്ടേണി സാധനം വേറെ നോക്കണമൊന്നുമില്ല. അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോ നേരെ അവസാനിപ്പിക്കാൻ വേണ്ടി, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പം ഇനി കൂട്ടണ വീഡിയോ ഞാൻ കാണിക്കണില്ല, കാരണം അടക്കേണ്ട വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉള്ളു സൈഡ്, ഏതായാലും അഴിച്ച സ്ഥിതി കാണിക്കുകയാണ്. ഇതാണ് ഉള്ളു സൈഡ്. ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഈ കാണുന്നത് ഹീറ്റ് വന്ന സെൻസറാണ്. അതായത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവണ സെൻസറാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ മെഷീൻ ചൂടായിട്ട് കട്ട് ഓഫ് ആയി സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വല്ല സ്റ്റെക്കുകൾ കൊണ്ടും വരാം. സ്റ്റെക്കൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതായിരിക്കുള്ളൂ. പക്ഷേ ഹീറ്റ് സെൻസറിന് കംപ്ലൈൻറ്റ് വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, വന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ വീഡിയോ നൈസായിട്ടാണ് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഓക്കെ. അപ്പോൾ നമ്മുടെ കാർ വാഷിൻ്റെ സർവീസിങ് ഏതാണ്ട് ക്ലോസ് ചെയ്യണം. കാരണം കൂട്ടുന്ന വീഡിയോ നമ്മൾ കാണിക്കണില്ല, കാരണം വെച്ചാൽ വീഡിയോ വെറുതെ ലെങ്തിയുള്ള വീഡിയോ ഇപ്പോൾ അതുകൊണ്ട് കാണിക്കണില്ല. അപ്പോൾ സ്റ്റക്കായത് നമ്മൾ ബെയറിങ് ആണെന്നുള്ളതിനകത്താണ് നമ്മൾ അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്ലഞ്ചറിൻ്റെ സ്പ്രിങ് ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ വിട്ട് ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ ഇടയിൽ കയറിയിട്ട് ലോക്കായി കിടക്കിയിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര സ്റ്റക്കായിട്ട് അവിടെ ഇരുന്നത്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബെയറിങ്ങിൻ്റെ പൈസ നമുക്ക് ലാഭമായി, വേറെ പ്രശ്നമൊന്നും വന്നില്ല, മെഷീന് വേറെ പ്രോബ്ലമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ അഴിക്കണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.